വാർത്തയിലേക്ക് കിടക്കുകയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു. വലിയ തോതിലുള്ള തീപിടുത്തമാണ് ബ്രഹ്മപുരത്തുണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരത്ത് നേരത്തെ തീപിടുത്തമുണ്ടായി. ഒരാഴ്ചയിലേറെക്കാലം കൊച്ചി നിവാസികൾക്ക് വിഷപ്പുക ശ്വസിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ്. സെക്ടർ 1-ലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം അടക്കമാണോ ഇപ്പോൾ കത്തിയിരിക്കുന്നത് എന്നത് അടക്കം ഇനിയും വ്യക്തമാകാനുണ്ട്. എന്തായാലും ബ്രഹ്മപുരത്ത് പ്രദേശത്ത് വലിയ പുക ഉയരുകയാണ്. വലിയ തോതിലുള്ള തീപിടുത്തമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അത് ചെറിയ തീപിടുത്തമല്ല, വലിയ തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശമാകെ വലിയ പുകച്ചുരുളുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരവും കൊച്ചി നിവാസികളാകെ വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് വിഷയങ്ങൾ? സെക്ടർ 1-ൽ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു ബ്രഹ്മപുരത്ത്. അത് ഒരു പരിധിവരെ ഇത് ബ്രഹ്മപുരത്തെ വിഷയങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ എല്ലാ ദിവസവും എന്ന പോലെ ചെറിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അത് അണയ്ക്കാനുള്ള ഒരു ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് തീ പടർന്നിരിക്കുന്നത്. വലിയ രീതിയിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് നിലവിലെ സംവിധാനങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അത് തീ അണയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജില്ലയിലേക്ക് മൊത്തത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകളോട് അലർട്ടാകാനും കൂടുതൽ യൂണിറ്റുകൾ അവിടേക്ക് എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതനുസരിച്ച് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. നിലവിൽ അവിടെ ഓരോ സെക്ടറുകളായി ഓരോ വലിയ 70 ഏക്കറിലധികം സ്ഥലത്താണ് ഇത് വിസ്തൃതമായി പടർന്നു കിടക്കുന്നത്. അതുകൊണ്ട് ഓരോ സെക്ടറുകളാക്കി തിരിച്ചതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പെട്ടെന്ന് പടരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ എല്ലാം തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ സെക്ടറുകളാക്കി തിരിച്ചതുകൊണ്ട് പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് പടരുന്നില്ല എന്നാണ് ആത്മവിശ്വാസത്തോടെ അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സെക്ടർ 1-ലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ മാലിന്യമലയാണ്. ഏതാണ്ട് 70 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് വിസ്തൃതമായത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൽ സെക്ടർ 1-ലെ തീപിടുത്തമുണ്ടായിരിക്കുന്നു. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നിലവിൽ അവിടെ 15 അംഗ ഫയർഫോഴ്സിന്റെ യൂണിറ്റാണ് 24 മണിക്കൂറും അവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ 2 സുസജ്ജമായ അഗ്നിശമന സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ വെള്ളം കടമ്പ്രയാറിൽ നിന്ന് എടുക്കാനുള്ള മോട്ടോർ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷെ തീ പെട്ടെന്ന് പടരുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം വേനൽ കടുക്കുന്നതോടെ തീപിടുത്തം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് എല്ലാ കാലത്തും ബ്രഹ്മപുരത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത്തവണ വലിയ ഒരു തീപിടുത്തം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അത് മാലിന്യമല മൊത്തമായി തന്നെ JCB ഉപയോഗിച്ച് അത്ര മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇളക്കി എല്ലാം തന്നെ മറിച്ചിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊരു തീപിടുത്തത്തിനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതായത് വലിയ രീതിയിലുള്ളൊരു തീപിടുത്തത്തിന് സാധ്യതയില്ല എന്നാണ് കരുതിയിരുന്നത്. ആ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. വലിയ രീതിയിലേക്ക് സെക്ടർ 1-ലെ തീപിടുത്തം അല്പം കാര്യമുള്ളത് തന്നെ ഗൗരവമുള്ളത് തന്നെയാണെന്ന് ഫയർഫോഴ്സ് അധികൃതർ തന്നെ സമ്മതിക്കുന്നെങ്കിലും നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കെടുത്താനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. 2 യൂണിറ്റുകൾക്ക് പുറമെ തന്നെ പുറത്തു നിന്നുള്ള മറ്റു യൂണിറ്റുകൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് കൂടുതൽ പേരും അവിടെ പരിശ്രമിച്ചുകൊണ്ടൊക്കെ തീയെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പൂർണ്ണമായും തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരില്ല, അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്ടർ 1-ലെ തീപിടുത്തം എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഈ നഗരവാസികളെയും മൊത്തത്തിലുള്ളൊരു ഭയം വരുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2 ആഴ്ച മുമ്പുണ്ടായിരുന്ന ഈ സമാനമായ ഒരു അന്തരീക്ഷം വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. നഗരമെമ്പാട് പുക മൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ, ഡാനി, ഈ പ്രദേശം കണ്ടിട്ട് അവിടേക്ക് ഫയർ എഞ്ചിനുകൾക്ക് അനായാസം കടന്നു കയറാൻ കഴിയുന്ന പ്രദേശം തന്നെയാണോ? കിരൺ, സാധാരണ കഴിഞ്ഞ തവണ ഇതിന് ഒന്നിനും സഹായിക്കാൻ ഒരു സഹായകരമായ ഒരു അവസ്ഥയെ ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി ഫയർ എഞ്ചിനുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ ഇടങ്ങളിലേക്കും ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് വഴിയൊരുക്കണമെന്ന നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. അതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ അത്തരം മാർഗങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമുക്കറിയാം ഒരു 4 ലക്ഷം ഘനയടി മാലിന്യമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ അവിടെയുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു ഫയർ അത് കൈവിട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ്. അത്തരം വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ പറയുന്നത്. അതിന് ആകെയുള്ള ഒരു ആശ്വാസം ഈ രീതിയിൽ സെക്ടറുകളാക്കി തിരിച്ചു എന്നതും
മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഫയർ ഫൈറ്റിംഗ് സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. നമ്മൾ അന്നെല്ലാം ശുപാർശ ചെയ്തിരുന്നതുപോലെ ഹൈഡ്രന്റ് പൈപ്പുകൾ, അതിന്റെ കണക്ടിവിറ്റി, അത്തരം സംവിധാനങ്ങളിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് നിലവിൽ ഫയർഫോഴ്സ് വലിയ തോതിൽ അന്ന് വെള്ളം തളിച്ച പ്രദേശത്ത് തന്നെയാണോ ഇപ്പോഴും തീ അണയുന്നതിന് വേണ്ടി അവിടെ തന്നെ അന്ന് വെള്ളം തെളിക്കാതെ പോയ ഒരു സ്ഥലവും ബാക്കിയില്ല എന്നതാണ് കിരൺ സത്യം. കാരണം ഈ 70 ഏക്കർ മുഴുവനായിട്ട് തന്നെ വെള്ളം തെളിക്കുകയും അതോടൊപ്പം തന്നെ ഈ JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത് ഉഴുത് മറിക്കുന്ന രീതിയിൽ മൊത്തത്തിൽ ഇതെല്ലാം തന്നെ മറിച്ചിടുന്ന രീതിയിൽ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് അല്പമെങ്കിലും ഒരു ശമനം ഉണ്ടായത്. അപ്പോൾ ആ രീതിയിൽ ഈ പരിസരമെമ്പാടും ഈ രീതിയിൽ തന്നെ എല്ലാം ചെയ്തതാണ്. പക്ഷേ എങ്കിൽ കൂടിയും തീ പിടിക്കാനുള്ള മുഴുവൻ സാധ്യതയും എപ്പോഴും ഉണ്ടെന്ന ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം കൂടുതൽ മീഥേൻ വാതകങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. അതിന് തീ പിടിക്കാനുള്ള മുഴുവൻ സാധ്യതയുമായി ചൂട് കൂടുന്നു. ഇതെല്ലാം തന്നെയുണ്ട്. അതിന്റെ തന്നെ ഒരു പരിണിത ഫലം തന്നെയാണ് കണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അഗ്നിശമന സേനകളുടെ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നു. അന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് പോലും അവിടെ ഒരു യൂണിറ്റ് തീ കെടുത്തിയിട്ട് വരികയായിരുന്നു. അവർ പറഞ്ഞത് ചൂട് കൊണ്ട് അതിനകത്ത് കിടന്നിരുന്ന ഈ മരക്കുറ്റിക്ക് തീ പിടിച്ചു എന്നാണ്. മരക്കുറ്റികൾക്ക് പോലും തീ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മീഥേൻ വാതകത്തിന്റെ സജീവ സാന്നിധ്യം, ചൂട് കൂടുന്നതും എല്ലാം തന്നെ വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉഷ്ണം വളരെ കൂടുതലായിരുന്നു. അതിന്റെ എല്ലാം തന്നെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ ബ്രഹ്മപുരത്തും ഉണ്ടായിരിക്കുന്നത്. അവിടെ അല്പമെങ്കിലും നമുക്ക് ആശ്വാസമുള്ളത് 15ഓളം പേരടങ്ങുന്ന സർവ്വസജ്ജമായ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഏതായാലും മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഗ്നിരക്ഷാസേന അവരുടെ പ്രവർത്തനം തുടരുകയാണ്. കൂടുതൽ യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ഈ ജില്ലയിലെ യൂണിറ്റുകൾ അവിടേക്ക് എത്തുകയും അതിനെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. കിരൺ, ഇത് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പുക വ്യാപിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടോ, അതോ ഇപ്പോൾ ഇവിടെ തന്നെ ആ സ്ഥലത്ത് മാത്രമുള്ള പുകച്ചുരുൾ മാത്രമാണോ? കിരൺ, ആ രീതിയിലേക്ക് മാറിയിട്ടില്ല. കാരണം ബ്രഹ്മപുരവും കരിമുകൾ അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളും എല്ലാം തന്നെ ആ സ്ഥലത്തേക്കുള്ള ഒരു വ്യാപനത്തിന്റെ മാത്രമേ ഇപ്പോഴേക്കും അത് എത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ രീതിയിലേക്ക് തീ ഉയരുകയാണെങ്കിൽ, പുക ഉയരുകയാണെങ്കിൽ അത് ഒരു സംശയവുമില്ല മറ്റിടങ്ങളിലേക്ക് തന്നെ എല്ലാം തന്നെ വ്യാപിക്കും. നാളെ രാവിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചി എങ്ങനെയാണോ പുലർന്നിരുന്നത് അതേപോലെ തന്നെ പുക മൂടിയ പ്രഭാതത്തിലേക്ക് തന്നെ വീണ്ടും എത്തും. വീണ്ടും ഇതുപോലെ തന്നെ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിലേക്കെല്ലാം എത്തും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട് എന്ന് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. വെള്ളം കൂടുതലായിട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന വലിയ മോട്ടോറുകൾ അവിടെ ഇപ്പോഴും തന്നെ അവിടെ തുടരുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്തുകൊണ്ട് അത് കൂടുതൽ പെട്ടെന്ന് തന്നെ അത് കണക്ടിവിറ്റി ശരിയാക്കുക, വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുക എന്നതെല്ലാം തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അത് തന്നെയാണ് അവർ കൂടുതൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറിനകം തന്നെ ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു വലിയ പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിരൺ, ഡാനി, എങ്ങനെയാണ് ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും തീ വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിലൂടെ തീ പടർന്നതോ അതിനുള്ള എത്രത്തോളമാണ് സാഹചര്യം കാണുന്ന നിലവിൽ? ഡാനി തുടരുക. മുൻ മേയർ ടോണി ചെമ്മണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടോണി ചെമ്മണി, ഒരു ആശങ്കയിൽ നിന്ന് കഷ്ടിച്ചൊന്ന് കരകയറി വന്നത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? എനിക്ക് കിട്ടുന്ന ചില അറിവ് ഞാൻ പല ചാനലുകളിലും പങ്കുവച്ച് നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മാർച്ച് 2-ാം തീയതി ഉണ്ടായ തീപിടുത്തവും നടത്തുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചില വിദഗ്ധർ ഇവിടെ വന്നിരുന്നു. ആ പ്ലാന്റ് പ്രദേശം സന്ദർശിക്കാൻ ജില്ലാ കളക്ടറോട് ഇനി പുക അണയുന്നതിനും ഇനി തീ പിടിക്കാതിരിക്കുന്നതിനും ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് പോയി. അത് പാലിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ആ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ പുകയെ 12 ദിവസം പോലും നീണ്ടു നിൽക്കില്ലായിരുന്നു. അത് പുക അണയ്ക്കാൻ സാധിക്കുമായിരുന്നു. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള ചില വിദഗ്ധമായ നിർദ്ദേശങ്ങൾ, പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ ജില്ലാ കളക്ടർ പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ജില്ലാ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ്. ഇത് സ്വാഭാവികമായി ഉണ്ടായ തീയാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇങ്ങനെയൊക്കെ തീപിടുത്തം സ്വാഭാവികമായി തീ ഉണ്ടാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ എടുക്കുന്നതാണല്ലോ പറഞ്ഞത്. ചില പ്രത്യേകതരം ക്യാമറകളും തീ പിടിക്കാൻ ലക്ഷണം കണ്ട് പോലും ഫയർ എഞ്ചിനുകൾ എത്തിക്കുമെന്നൊക്കെയാണല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തു? തീ അണച്ചതിന് ശേഷം ജില്ലാ ഭരണകൂടം എന്തെല്ലാം ആധുനികമായ മുൻകരുതലുകൾ എടുത്തു? ഇപ്പൊ ഈ തീ പിടിക്കുമ്പോൾ അത്
ചെറിയൊരു തീയിലൂടെയാണ് ആരംഭിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ക്യാമറ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം സ്ഥാപിക്കുമെന്നല്ലേ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വിദഗ്ധനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ കളക്ടർ മാനിച്ചിട്ടില്ല. അദ്ദേഹം കൃത്യമായ നിർദ്ദേശം പറഞ്ഞു. കളക്ടർ മറുപടി പറയട്ടെ, അദ്ദേഹത്തിന്റെ കമന്റിന് ശേഷം ഞാൻ പറയാം, തെളിവോടുകൂടി ഞാൻ പറയാം. യാഥാർത്ഥ്യം ഞാൻ പറയുന്നത് കളക്ടർ ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. താങ്കൾ പറയുന്നത് അദ്ദേഹം ഒന്നും ചെയ്തില്ല, നാക്കുകൊണ്ട് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ കളക്ടർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളടക്കം പാലിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തീയുണ്ടായപ്പോഴും അണയ്ക്കാൻ കഴിയാത്തതെന്നാണ് മുൻ മേയർ ടോണി ചെമ്മണി ആരോപിക്കുന്നത്. കളക്ടറാണ് ഇതിന്റെ ഉത്തരവാദിത്തം, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്നും മുൻ മേയർ ടോണി ചെമ്മണി പറയുന്നു. എന്തായാലും ബ്രഹ്മപുരത്ത് വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു. ആളുകൾ ആശങ്കയിലാണ്. കഴിഞ്ഞ തവണയുണ്ടായ തീപിടുത്തത്തിൽ വലിയ ആശങ്കയിലായിരുന്നു ജനങ്ങൾ. 10 ദിവസത്തിലേറെക്കാലം ആ തീപിടുത്തം അവിടെ തുടരുകയും വിഷപ്പുക ശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ചെയ്തു. നിരവധി പേർക്ക്, പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും അടക്കം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ഇനിയെങ്കിലും അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനമുണ്ടായിരുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നും കർശനമായ നിർദ്ദേശങ്ങളുണ്ടായി. പക്ഷേ വീണ്ടും ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോഴാണ് ചേരുന്നത്. ഡാനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ, ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ചേർക്കാനുള്ളത്. അത് വളരെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള കൂടെയും അത് നേരിടുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്നു. നമുക്കറിയാം, വലിയ വിസ്തൃതമായ ഒരു പ്രദേശത്ത് ഈ രീതിയിലേക്ക് പറയുകയാണെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് വളരെ പണിപ്പെട്ടാണ് കഴിഞ്ഞ തവണ അത് ചെയ്തത്. ഇത്തരം സെക്ടറാക്കി തിരിച്ച് ഏതാണ്ട് 11ഓളം സെക്ടറുകളുണ്ടായി. അത്തരം സെക്ടറുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് തീ പടരുകയാണെങ്കിൽ അത് ആ 1ാം സെക്ടറിൽ തന്നെ വെച്ച് നിർവീര്യമാക്കുക, പൂർണ്ണമായും തന്നെ തീ കെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1ാം സെക്ടറിൽ നിന്ന് മറ്റു സെക്ടറിലേക്ക് പോകാൻ ഇപ്പോൾ വേർതിരിച്ചതുകൊണ്ട് തീ പടരില്ലായിരിക്കും. പക്ഷേ ഈ 1ാം സെക്ടർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സ്ഥലമാണോ? അത് വിശാലമായ ഒരു സ്ഥലമല്ലേ? 1ാം സെക്ടർ നിസ്സാരമായ ഒരു സെക്ടറും അവിടെ നിസ്സാരമായ ഒരു സ്ഥലമല്ല. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കുക എന്നതിന്റെ ഒരു ഭാഗമാണ്. 1ാം സെക്ടർ തന്നെ തീ നിന്ന് കത്തുകയാണെങ്കിൽ അത് മാത്രം മതിയാവും വലിയ രീതിയിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട്. കാരണം ഇത്രയും ഈ സ്ഥലത്തെ ഈ രീതിയിൽ പടർന്നു കിടക്കുന്ന വലിയ രീതിയിൽ മാലിന്യങ്ങളാണുള്ളത്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ടർ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുമ്പോൾ കൂടുതൽ അപകട സാധ്യത എന്ന് തന്നെയാണ്. പക്ഷേ ഒരു സെക്ടർ മാത്രം കത്തിയാൽ പോലും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ഒരു സംശയവുമില്ല. കിരൺ, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളല്ലേ ഇപ്പോൾ ഈ കത്തിക്കൊണ്ട് ഈ വിഷപ്പുക വമിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രഹ്മപുരത്തെ മുഴുവൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാത്രം കൂടുതൽ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ കഴിഞ്ഞ തവണ നമ്മളതിന്റെ ദുരന്തങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. പ്ലാസ്റ്റിക് ആണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. ഒരു നിമിഷം ദയവായി തുടരുക. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള ആളാണ്. എന്താണ് വീണ്ടും ഇങ്ങനെ ഒരു തീപിടുത്തത്തിലേക്ക് വന്നിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, ഒരു അപകടം ഉണ്ടായപ്പോൾ അതുകൊണ്ട് പോലും പഠിച്ചില്ല എന്ന് വേണോ കരുതാൻ? ഇത് തികഞ്ഞ അനാസ്ഥയാണ് ഈ നടക്കുന്നത്. ഈ കഴിഞ്ഞ 13 ദിവസം കത്ത് പിടിച്ചതിന് ശേഷം ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു കത്തുപിടിക്കൽ ഉണ്ടായാൽ അതിനെ കൺട്രോൾ ചെയ്യുവാൻ, നിയന്ത്രിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഈ ജില്ലയിലെ മന്ത്രി, വ്യവസായ മന്ത്രി പി രാജീവ്, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് കണ്ടതിന് ശേഷമല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇപ്പോഴും ബ്രഹ്മപുരത്ത് യാതൊരു സജ്ജീകരണങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ അറിവില്ല. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കൂടി കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം കൂടിയപ്പോൾ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയ യോഗത്തിൽ അകത്ത് കടക്കാൻ ഞങ്ങളെ സമ്മതിച്ചില്ല. എന്താണ്, ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഈ ബ്രഹ്മപുരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ UDFന്റെ കൗൺസിലേഴ്സിനെ പുറത്തുനിന്ന് പൂട്ടിയിട്ടു, പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവരെ അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല. അപ്പം പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വെളിയിൽ നിർത്തിക്കൊണ്ട് കൗൺസിൽ യോഗം കൂടുക, ബ്രഹ്മപുരം ചർച്ച ചെയ്യാൻ വേണ്ടി, സ്പെഷ്യൽ കൗൺസിൽ.
അപ്പൊ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകപക്ഷീയമായി അന്ന് പാസ്സാക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ വീണ്ടും ഒരു കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. അതിലും ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട അജണ്ട ഉണ്ടായിരുന്നു. അതൊന്നും ചർച്ച ചെയ്യുവാൻ മേയർ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ നഗരത്തിലെ ജനങ്ങൾ വിഷപ്പുക ശ്വസിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതുവരെ എന്ത് ശാസ്ത്രീയമായ പഠനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്? ഇപ്പോ 13 ദിവസം കത്തുപിടിച്ചല്ലോ, അവിടെ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല. ആസിഡ് മഴ പെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം പെയ്ത മഴ ആസിഡ് മഴയാണെന്ന് പറയുന്നു. അതിന്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വകുപ്പ് അവിടെ എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഇതിനൊന്നും ഒരു ഉത്തരമില്ല. സംസ്ഥാന ഗവൺമെന്റോ നഗരസഭയോ ഇതിന് യാതൊരു പ്രതിവിധിയും കാണുന്നില്ല എന്ന് മാത്രമല്ല, വളരെ നിസ്സംഗമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. ഒരു ഭരണകൂടം ഇത്ര നിസ്സംഗമായിട്ട് മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. 13 ദിവസം കത്തുപിടിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടും ശ്വാസം വേണം, ഞങ്ങൾക്ക് ജീവവായു വേണമെന്ന് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്, ഇന്ന് കൊച്ചി നഗരം ഭരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും കത്തിപിടിക്കുകയാണ് അവിടെ അത് നിർത്തുവാനുള്ള യാതൊരു സജ്ജീകരണങ്ങളുമില്ല. അത് കൂടുതൽ അതിന്റെ കാര്യങ്ങളിലേക്ക് പറയാൻ അറിയില്ല. കാരണം ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ ഈ കൗൺസിൽ യോഗത്തിൽ UDF-കാരെ കയറ്റിയില്ല എന്ന് പറയുന്നു. പക്ഷേ മന്ത്രിമാർ ഈ ഉറപ്പൊക്കെ നൽകി, ഈ കേന്ദ്ര പൊല്യൂഷൻ ബോർഡ് അടക്കം ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഒരിക്കൽ ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഒരു നടപടിയും ഇവർ സ്വീകരിച്ചില്ലേ? ഒരു നടപടിയും സ്വീകരിച്ചതായിട്ട് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലേഴ്സിനാണ്. ഞങ്ങൾ അകത്ത് കയറി ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. ഈ ഒരു ബ്രഹ്മപുരത്ത് ഒരു കത്ത് പിടിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ കൗൺസിൽ, ആ കൗൺസിലിന്റെ അകത്ത് ഞങ്ങൾക്ക് നേരെ വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ മുഴുവൻ പോലീസിനെ കൊണ്ടു നിർത്തി കാവല് നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ കൗൺസിലേഴ്സാണ്, ഞങ്ങൾക്ക് അകത്ത് കൗൺസിൽ യോഗത്തിൽ കയറണമെന്ന് പറഞ്ഞപ്പോഴാണ് 3 പേരെ ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. ശ്രീ ദീപ്തി മേരി വർഗീസ്. ജസ്റ്റിസ് കമാൽ പാഷ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കൊച്ചി നഗരത്തിൽ 13 ദിവസം വിഷപ്പുകയേറ്റാണ് മനുഷ്യർ ജീവിച്ചത്. അതിനുശേഷവും ഒട്ടേറെ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതുപോലെ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ നഗരത്തിന് അല്ലെങ്കിൽ നഗര സംവിധാനത്തിന് പറ്റുന്നത്? നഗര സംവിധാനത്തിന് പറ്റുന്നതൊന്നും ഇതൊന്നും. ഇത് നഗ്നമായ അഴിമതി എന്നതാണ് ഇത്. കാരണം അഴിമതി മൂടി വെക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള പണികൾ ചെയ്തേ പറ്റുള്ളൂ. ഈ കൊച്ചി നിവാസികൾ എന്ന് പറയുന്നവർ വിഷപ്പുകയേറ്റ് അവർ ശ്വാസതടസ്സം മൂലം മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഇത് കഴിഞ്ഞ് ആദ്യം തീ അണച്ചു. ആ തീ അണച്ചെന്ന് പറയുന്നത് ഫയർഫോഴ്സുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് കഷ്ടപ്പെട്ട് 13 ദിവസം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ആ തീ അണച്ചത്. അത് നിയന്ത്രണവിധേയമാക്കി അത് അണച്ചതിന് ശേഷം അവിടെ ഇനി ഒരു തീപിടുത്തം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. ആ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് എന്താ കാര്യം? ഇനി നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കുന്ന ഒരു കുഴപ്പമില്ല, അടുത്ത തീപിടുത്തം ഉണ്ടാകുന്നവരെ നിങ്ങൾക്ക് കുഴപ്പമില്ലാതിരിക്കാം. ഇത് മാത്രമല്ലേ, ഇതാണല്ലോ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ നമുക്ക്. അതാണ് കാര്യം. അത് ആ രീതിയിൽ ആണ് ഇവര് ഇതിപ്പോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള അഴിമതി മൂടി വെക്കാനായിട്ട് ഇതിനപ്പുറം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒന്നുമില്ലാത്ത, അതായത് ഒരു മുൻപരിചയവും ഇതിനകത്തില്ലാത്ത, ഒരു സക്സസ് റേറ്റും ഇല്ലാത്ത ഒരു കമ്പനിക്ക് കൊടുക്കുന്നു, ആ കോൺട്രാക്ട് കൊടുക്കുന്നു. ആ കമ്പനി പുസ്തക കച്ചവടക്കാർക്കാണ് ഇത് മറച്ചു വെക്കുന്നത്. ഉപകരാർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. മറ്റവർക്ക് വെറുതെ അനങ്ങാതിരുന്ന് പണം വാങ്ങിക്കാം, ഒരു ജോലിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അഴിമതി നടത്താം. അപ്പൊ അതിന് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയക്കാരുടെ എല്ലാം സഹായം അതിനാവശ്യമാണ്. അപ്പൊ ആ രാഷ്ട്രീയം, അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയക്കാര് അതിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മന്ത്രിമാര് പറയും ഇതൊരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്, അവര് വളരെ നന്നായിട്ട് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയും. ആ ചെയ്തെന്ന് പറയാനാണ് ഇപ്പൊ ഈ തീ കത്തിക്കുന്നത്. ഇവർക്കറിയാവുന്ന വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, കത്തിക്കുന്നതാണ്. അപ്പൊ അതിനിയും നടന്നുകൊണ്ടിരിക്കും. ഇത്രയും നാളായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ CCTV ക്യാമറ അവിടെ വെച്ചോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ കൃത്യമായ സർവീലിയൻസിനെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഒന്നുമില്ല. കാരണം എന്താണെന്നറിയാം, ഇതിപ്പോ പിന്നെ തന്നെത്താനങ്ങ് തീ പിടിച്ചെന്ന് പറയും. എളുപ്പമുണ്ടല്ലോ പറയാൻ, തീ പിടിച്ചെന്ന് പറയാം. തീ ഇട്ടതിന് ശേഷം കഴിഞ്ഞ തവണ 4 നിന്നാണ് തീ കത്തി പടർന്നത്. ഇപ്പൊ ഒരു സെക്ടറിലാണ് തീ പിടിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ മാലിന്യ മലയുള്ള സ്ഥലത്താണ് ഇപ്പൊ തീ പിടിച്ചേക്കുന്നത്. കാരണം അവിടെ അതിന്റെ ഒന്ന് ഉയരം ഒന്ന് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ? അതൊന്ന് വൃത്തിയാക്കിയെടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കും ഈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങളുടെ ജീവൻ വെച്ചാണ് പന്താടുന്നത്. ഇത് ഈ സർക്കാർ ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ. ഞാനല്ല ഒന്നും പറയുന്നില്ല ഇതിനെ കുറിച്ച്. കാരണം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവരുടെ അഴിമതി
മാലിന്യം സംസ്കരിക്കാതെ അവസാനം തീയിട്ട് സംസ്കരിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അത് തന്നെ അത് എന്നോട് നടക്കും. അവര് പറയുമല്ലോ മറ്റു പലയിടത്തും എവിടെയൊക്കെ മാലിന്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന യാർഡുണ്ടോ അവിടെ എല്ലാം തീ പിടിക്കാറുണ്ടെന്ന്. ശരിയാണ്. ഇവര് കോൺട്രാക്ട് എടുത്തേക്കുന്ന ഈ രീതിയിൽ കോൺട്രാക്ട് എടുത്തേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്കറിയാവുന്ന പണി ഇതാണ്. അത് അതുപോലെ നടക്കും. ശരിയായിരിക്കും അവർ പറയുന്നത്. അങ്ങനെ നടക്കുള്ളൂ. അല്ലാതെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റിയാണ്. ഒരു തവണ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഈ എറണാകുളം, കൊച്ചി. ഇനി ഇപ്പൊ അതിനപ്പുറത്തേക്ക് വീണ്ടും വരികയാണ്. ഈ കെടുകാര്യസ്ഥത മാത്രമല്ല, അഴിമതി മൂടി വെക്കാനുള്ള ശ്രമവും കൂടാണ്. ഇത് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ വിഷപ്പുക ശ്വസിച്ചവർക്ക് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ കാര്യമായ പഠനമോ ഒന്നും നടത്തിയിട്ടില്ല. ഒന്നുമില്ല. ധാരാളം ഉണ്ടല്ലോ, ധാരാളം. അത്രത്തോളം ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ശേഷം ശ്വാസം കിട്ടാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് നമ്മളത് തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ അത് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയുന്നത്, കഷ്ടിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കലാമിറ്റി വീണ്ടും അങ്ങോട്ട് പോകാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് ഒരു കാരണവശാലും ആ മോചനമൊന്നും കിട്ടത്തൊന്നുമില്ല. എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രത്തോളം ടോക്സിക് സബ്സ്റ്റൻസ് ആണ് അകത്തേക്ക് ചെല്ലുന്നത്, വലിച്ച് ലങ്സിലേക്ക് കയറ്റുന്നത്. ഇപ്പൊ അവിടെ ഉയരുന്ന പുക ഉണ്ടോ? അതികഠിനമായ പുകയാണ്. വീണ്ടും നമ്മൾ നരകക്കുഴിയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാൻ എളുപ്പമാണ്. കാരണം എന്താ, ഒരു പ്രശ്നമൊന്നുമില്ലാന്ന്. കാരണം തിരുവനന്തപുരത്ത് ഇരുന്ന് മന്ത്രിമന്ദിരങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് പറയാം ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന്. കാരണം അവർക്ക് ഇത് ശ്വസിക്കണ്ട, അവരുടെ ആളുകൾക്ക് ശ്വസിക്കണ്ട. ഇവിടെ ശ്വസിക്കുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനുമാണ്. അപ്പൊ അവരുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അഴിമതി ഈ കോർപ്പറേഷനും ഗവൺമെന്റും ചേർന്ന് നടത്തുമോ? അത് മാത്രമേ ഉള്ളൂ. ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താ അതിനകത്തൊക്കെ എന്താ ഉള്ളത്? കുറെ കാര്യങ്ങളൊക്കെ പറയും എന്നുള്ളതല്ല, ശക്തമായ നടപടിയെടുക്കണം. അപ്പൊ അത് ഞാനിനി അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ പറയേണ്ട ഘട്ടമല്ലേ? ഇങ്ങനെയൊക്കെ തീപിടുത്തം ഉണ്ടായി മനുഷ്യനെ ഇങ്ങനെ വിഷപ്പുക ശ്വസിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, കോടതികൾ ചെയ്യേണ്ടതാണ്. ഈ രീതിയിലൊന്നുമല്ല. അതായത് എന്തൊക്കെ ചെയ്തു, അത് നിങ്ങൾ ഇത്ര ഒരു ഡെഡ് ലൈൻ കൊടുക്കണം. ഇത്രാം തീയതിക്ക് അവിടെ CCTV ക്യാമറ വേണം. അതുണ്ടോ? ഇല്ലെങ്കിൽ ഇവനൊക്കെ നേരെ നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടത് കോടതികൾ. അല്ലാതെ കോടതികൾ നിങ്ങൾ സൗകര്യമായിട്ട് പെട്ടെന്ന് അത് ചെയ്തോണം ഇത് ചെയ്തോണം എന്ന് പറയുകയല്ല വേണ്ടത്. അപ്പൊ അതിനെയൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. വയസ്സുകാലത്ത് എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ഇപ്പൊ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കി പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അല്ലേ? അത് തന്നെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ്. കണ്ടില്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ഇത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതുപോലല്ലേ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ പിന്നെ കോടതിയെ പഴിച്ചുകൊണ്ടെന്ന കാര്യം, കോടതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കോടതി അത് കുറെ കൂടെ ഒരു കർശന നടപടിയിലേക്ക് നീങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ കേസെല്ലാം കൂടെ ഒന്ന് എടുത്ത് കൂട്ടിയിട്ടിട്ട് ഒന്നിച്ച് ഇത് പരിഹരിക്കാനുള്ള രീതിയിലല്ല വേണ്ടത്. അത് ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു, ഞങ്ങൾ തന്ന ഡയറക്ഷൻസ് നിങ്ങൾ എന്തൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. ഇനി അവിടെ അതായത് ഈ കഴിഞ്ഞതിന് ശേഷം ഒരു സർവീലൻസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതിന്റെ രേഖ എവിടെ, എന്തൊക്കെയാ ചെയ്തേക്കുന്നത്, ഇത് നോക്കണം. നോക്കിയില്ലെന്നുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കണം ഇവരുടെയൊക്കെ പേരിൽ കണ്ണടച്ച്. അതാ ചെയ്യണ്ടേ. അത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും അവരുമൊക്കെ അനുഭവിക്കണമല്ലോ ഇത്. അപ്പൊ ഈ പുക ശ്വസിക്കുന്ന ഇത് കൊച്ചിക്കാർ മാത്രമല്ലല്ലോ വിശ്വസിച്ച് കഷ്ടപ്പെടേണ്ടത്. അതേപോലെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ജയിലിൽ കിടക്കാൻ തയ്യാറാവണം. ആ രീതിയിലേക്ക് ഇവരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ അഴിമതി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. കൊച്ചിക്കാർ ശ്വാസം മുട്ടി മരിക്കും. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരു കമ്പനി, ഒന്നും അറിയാൻ വയ്യാത്ത കമ്പനിക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഉപകാരം കൊടുക്കുന്നു, പണം അടിച്ചുകൊണ്ട് ഇറങ്ങാതിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഒരു ലോഡ് മാലിന്യം പോലും അവിടെ സംസ്കരിക്കാതെ ഇത്രയും പണം വാങ്ങിയെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇതിന്റെ പുറകിലുള്ള അഴിമതി. ഇതാരും അറിയാൻ വയ്യാതാണോ നടക്കുന്നത്? ഇതൊന്നും ഇവരാരും അറിയാൻ വയ്യാതൊന്നും നടത്തുന്നതല്ലോ. ആ അഴിമതി ആര് നടത്തുന്നെന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തണം, മൂടി വെക്കണം. അതിനുവേണ്ടി ഇനി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ആകെപ്പാ ഇതൊന്ന് ഒന്ന് ഇറുവും എന്നുള്ളൊരു ലക്ഷണം വന്നപ്പോഴാണ് ഇനി അടുത്ത തീ. കാരണം ഇത് വേറെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോ ഒന്ന് രണ്ട് രാഷ്ട്രീയ കൊലപാതകം അങ്ങോട്ടാവും. കാരണം എന്താ, പിന്നെ ആളുകളെല്ലാം കൊലപാതകത്തിന്റെ പുറകിലാണ്. ഇത് നമ്മൾ കാണുന്ന ഇവിടെ മാത്രമല്ല, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ടേ, വലിയ അഴിമതിയെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ടേ, അത് ശ്രദ്ധ തിരിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു പണി ചെയ്യും. ഇതൊക്കെ പണ്ട് മുതല് പയറ്റി തന്ത്രങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇതും. കാരണം ഇനിയും ഇവിടെ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കും.
എന്തെങ്കിലും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, വലിയ അഴിമതികൾ ഉണ്ടാകുമ്പോൾ അത് മറയ്ക്കാനായിട്ടുള്ള ഏറ്റവും വലിയ എളുപ്പം എന്ന് പറയുന്നത് ഇതാണ് കാര്യം. ശരി, താങ്കളുടെ പ്രതികരണം വളരെ താങ്കളുടെ വൈകാരികതയും അവിടുത്തെ വിഷയത്തെയും ആധികാരികമായി തന്നെയുള്ള താങ്കളുടെ പ്രതികരണം പ്രത്യേക നന്ദി ശ്രീ കമാൽ പാഷ. എന്തായാലും ശക്തമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 13 ദിവസത്തോളം കൊച്ചിയിലെ ജനങ്ങൾ ശ്വാസം മുട്ടി നിന്നതാണ്. വിഷപ്പുക വലിച്ചു കയറ്റിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത്തരത്തിലുള്ള പഠനങ്ങളടക്കം നടന്നിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അത്രത്തോളം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കത്തിയത്. അവിടെ ആ കത്തിയ വലിയ മാലിന്യ മലകളാണ് കത്തിയത്. അതിൻ്റെ വിഷപ്പുകയാണ് കിലോമീറ്ററുകൾ കണക്കിന് അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചത്. ആ വിഷപ്പുകയുടെ അംശങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജലാശയങ്ങളിലേക്ക് അടക്കം ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എത്രത്തോളം ആഴത്തിൽ മനുഷ്യനെ ബാധിക്കുമെന്നുള്ളത്, ഈ മൃഗങ്ങളെ ബാധിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ജലാശയത്തിലുള്ള മത്സ്യത്തിൻ്റെ ശരീരത്തിലേക്ക് അടക്കം ഇത് കയറാൻ കഴിയുമോ എന്നുള്ള അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ പഠനം ആവശ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ വീണ്ടും മാലിന്യമലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കെടുത്താനുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തി അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ പരിശ്രമം വേണ്ടി വരുമെന്ന് തന്നെയാണ്. കാരണം സാധാരണ ഒരു ഉണങ്ങിയ എന്തെങ്കിലും കമ്പിനോ മറ്റോ തീപിടിച്ചുണ്ടാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോകുമ്പോൾ പറഞ്ഞതുപോലെ മീഥേൻ വാതകത്തിന്റെ സജീവമായ ഒരു സാധ്യത എപ്പോഴും തന്നെ അവർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അത് അവർ തന്നെ പറഞ്ഞതുപോലെ ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഒന്നും കാര്യക്ഷമമല്ല അവിടെയുള്ളത്. അത് ഹൈഡ്രൻ പൈപ്പുകൾ അടക്കം ഓരോ സെക്ടറിന് മുന്നിലും ഹൈഡ്രൻ പൈപ്പുകളും അതിലേക്ക് ശക്തിയേറെ മോട്ടോറുകളും എല്ലാം തന്നെ സ്ഥാപിക്കണം. അത് അടിയന്തരമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. വലിയൊരു ദുരന്തത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തരം സംവിധാനങ്ങളിലേക്കൊന്നും ഈ ചുരുക്കം ദിവസം കൊണ്ട് എത്തുക എന്നത് പെട്ടെന്ന് കാര്യക്ഷമമല്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇത്തരം നിർദ്ദേശങ്ങൾ നാളുകൾക്ക് മുൻപേ സമർപ്പിക്കപ്പെട്ടതാണ്. അതിന്റെ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മപുരത്ത് വീണ്ടും അഗ്നിബാധയുണ്ടാകും. മുൻ ഫയർഫോഴ്സ് ഡിവിഷണൽ ഓഫീസർ ശിവപ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവപ്രസാദ്, ഈ കഴിഞ്ഞ ആഴ്ച വലിയ പ്രയാസപ്പെട്ടാണ് മനുഷ്യർ ഏറെ സംഘർഷം അനുഭവിച്ചൊക്കെയാണ് 13 ദിവസത്തിന് ശേഷമാണ് പുകയെങ്കിലും അണയ്ക്കാൻ കഴിഞ്ഞത്. പിന്നീടും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഇത്തരം തീ പിടിച്ചാൽ പെട്ടെന്ന് തന്നെ കണ്ടെത്തി അത് തടയാനുള്ള സംവിധാനങ്ങൾ, അത്തരം ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾക്കില്ലേ? കഴിഞ്ഞ ഒരു 12 ദിവസം തുടർച്ചയായി തീവ്രമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് അഗ്നിശമന സേന തീ അണച്ചതാണ്. തീ അണച്ചത് ഈ വേസ്റ്റ് അവിടെ കിടക്കുന്നിടത്തോളം കാലം ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകും എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് തീ അണയ്ക്കാനായിട്ട് കൂടുതൽ വെള്ളവും അതുമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ജൈവ വേസ്റ്റിനകത്ത് നിന്ന് മീഥേൻ മാതിരിയുള്ള വാതകങ്ങൾ വീണ്ടും ഉണ്ടാവും, തീപിടുത്തം ഉണ്ടാകും എന്നുള്ളൊരു വസ്തുതയാണ്. തീപിടുത്തം ഉണ്ടാവില്ലെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല മാർഗം. അവിടുത്തെ ശരിക്കുള്ളൊരു ഈ വേസ്റ്റിന് അത് അവിടെ ഡംപ് ചെയ്യുന്നതിന് ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ അത് വീണ്ടും തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ എങ്ങനെയാണ് ഈ മാലിന്യം ഒട്ടും വേർതിരിക്കാതെ എല്ലാ മാലിന്യവും ചേർന്ന് കിടക്കുന്നത് തന്നെയാണോ ഈ പ്രശ്നമാവുന്നത്? എല്ലാ മാലിന്യങ്ങളും ഒന്നിച്ചു കൂടിയാണ്. അത് വേർതിരിക്കാതെ സെഗ്രിഗേറ്റ് ചെയ്യാതെ ഒന്നിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം ആ മാലിന്യങ്ങൾ അവിടെ കിടക്കുന്നിടത്തോളം കാലം തീ അണച്ചു കഴിഞ്ഞാലും വീണ്ടും അത് ഉണ്ടാവും. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു തീ കൂടിയാണ് ഈ നമ്മുടെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തത് കാരണം എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പം വേറെ മറ്റു പല കാര്യങ്ങളും ചാനലുകളിൽ കൂടി പറയുന്നുണ്ട്. എന്താണെന്നുള്ള വസ്തുത എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ തീ പിടിക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഇതൊരു കാരണം. അവിടേക്കുള്ള വഴിയൊക്കെ കഴിഞ്ഞ നമ്മുടെ ഈ മാലിന്യമലകൾക്കിടയിലൊക്കെ വഴിയൊക്കെ റെഡിയാക്കി കുറെയെല്ലാം കുത്തിയിളക്കിയെല്ലാം ഇട്ടിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടി വേഗത്തിൽ ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും അല്ലേ? ആദ്യത്തെ തവണ തീ പിടിച്ചപ്പോൾ ഈ മാലിന്യം കുന്നുകൂടി കിടന്നത് കാരണം വാഹനങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് അത് എന്നാലും പൂർണ്ണമായ രീതിയിൽ അത് ഉണ്ടാകാൻ പറ്റില്ല. കാരണം ഈ മാലിന്യങ്ങൾ പല ഹീപ്പുകളായിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോകുന്നതിനുള്ള ഗ്യാപ്പുകൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ, അതുപോലെ തന്നെ ഹൈഡ്രൻ സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ സുഗമമായ രീതിയിൽ ഒരു അഗ്നിശമന പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. സുഗമമായിട്ട് വാഹനങ്ങൾ എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളുടെ പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇത് കഴിഞ്ഞ തവണ തീ അണച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇനി ഒരു തീ ഭാവിയിൽ ഉണ്ടായാൽ അത് തടയാനുള്ള മുൻകരുതലുകൾ ചെയ്യാമെന്നൊക്കെ കോടതിയിലും അല്ലെങ്കിൽ പൊതുജനങ്ങളോടും പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് വേണമോ കരുതാൻ?
അങ്ങനെ തന്നെയാണ്. ആകെയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അഗ്നിശമന സേനയുടെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല. അത് തന്നെ നമ്മൾ കണ്ടതാണ്. അവരുടെ ഒരു കഷ്ടത നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. സാധാരണ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിന് താഴെ അവർ ഈ ഉഷ്ണകാലത്തും ഇതെല്ലാം തന്നെ സഹിച്ചുകൊണ്ട്, മാലിന്യം എല്ലാം തന്നെ സഹിച്ചുകൊണ്ട് അവരവിടെ തുടരുകയും ചെയ്യുന്നു. അവർക്ക് യാതൊരു പോംവഴിയും പ്രതിവിധികളും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അതിനിടയിലും അവരുടെ പ്രവർത്തനം ആരോടും പരാതികളില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ്. അവരുടെ ഈ അഗ്നിശമന സേനാംഗങ്ങളുടെ മുഴുവൻ സമയ സാന്നിധ്യം എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റൊരു സംവിധാനവും അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇത് നാളുകൾക്ക് മുൻപേ സമർപ്പിക്കപ്പെട്ട ശുപാർശകളെല്ലാം തന്നെ ഈ ഓരോ സെക്ടറുകൾക്ക് കീഴെയും ഹൈഡ്രൻ പൈപ്പുകൾ വരിക, അതിന് കണക്ടിവിറ്റി ഉണ്ടാകുക, വളരെ പെട്ടെന്ന് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക, എല്ലാ സെക്ടറുകളെയും നിരീക്ഷിച്ചുകൊണ്ട് തീ പടരുന്ന രീതിയിൽ ക്യാമറകൾ വെക്കുക, ക്യാമറകൾ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് അടക്കം അവിടെ ഉണ്ടാകുക. ഇതെല്ലാമാണ് നേരത്തെ തന്നെ ശുപാർശ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ തീപിടുത്തം വന്നപ്പോഴും ആദ്യം ചോദ്യം ഉന്നയിച്ചതും ഇത്തരം സംവിധാനങ്ങൾ എവിടെ എന്നതാണ്. പക്ഷേ അത് അത്തരമൊരു സംവിധാനത്തെ കുറിച്ച് കോർപ്പറേഷൻ ആലോചിച്ചു പോലുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനം ഉറപ്പുവരുത്തേണ്ടത്. എനിക്ക് അത്ഭുതമായി തോന്നുന്നത്, സാധാരണഗതിയിൽ ഒരു വലിയ അപകടം ഉണ്ടായാൽ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഒരു ജാഗ്രത ഉണ്ടാവാറുണ്ട്. ആ കുറച്ചു ദിവസങ്ങൾ, ആ അപകടത്തിന്റെ തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങൾ, അത്ര പോലും ജാഗ്രത കാണിക്കാൻ ഇവർ കഴിഞ്ഞില്ലേ? ഒട്ടും തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കിരൺ. കാരണം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് ഈ നഗരത്തെ മൊത്തത്തിൽ കൊണ്ടുചെന്ന് തള്ളുന്ന രീതിയിലേക്ക് എത്തുമായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫയറിന് കാരണം പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. കത്തിയതാണ്, കത്തിച്ചതാണ് എന്നെല്ലാം തർക്കങ്ങൾ അവിടെ തുടരുന്നു. അതിന് ഒപ്പം ആ തർക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് വീണ്ടും ഈ തീപിടുത്തം തന്നെ ഉണ്ടാവുന്നത്. ഈ തീപിടുത്തത്തിന് കാരണം നേരത്തെ തന്നെയും ഈ അഗ്നിശമന സേനാംഗങ്ങൾ റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ട്. കാരണം തീർത്തും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം അവിടെ നടക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഈ മീഥേൻ വാതകം തീ കത്താൻ സഹായിക്കുന്ന വാതകത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകാനുള്ള കാരണം ഈ രീതിയിലുള്ള ഒരു അശാസ്ത്രീയ സംസ്കരണം കൊണ്ട് തന്നെയാണ്. ഈ മാലിന്യങ്ങൾ ഈ രീതിയിൽ സംസ്കരിക്കുക, അതിനൊപ്പം തന്നെയും ചപ്പുചവറുകൾ ഉണ്ടാകുക, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടാകുക, അവിടെ കൊണ്ടു ചെന്ന് തള്ളാത്തതായി യാതൊന്നും തന്നെയില്ല. അങ്ങനെ അതിവിസ്തൃതമായ ഒരു പ്രദേശം, 110 ഏക്കറോളം വരുന്നൊരു സ്ഥലം, അതിൽ 70 ഏക്കറിലധികം സ്ഥലം മാത്രം ഈ മാലിന്യങ്ങൾ കൊണ്ടുചെന്ന് നിറച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനിടയിൽ പല രീതിയിൽ പറയുന്നു ഖരമാലിന്യ സംസ്കരണം അല്ലെങ്കിൽ മറ്റു രീതിയിൽ, അവർക്ക് മാത്രം പറയാവുന്ന സാങ്കേതിക പദങ്ങൾ മാത്രമാണ്. അവിടെ എത്തുന്ന ഒരാൾക്ക് ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലൊരു സംസ്കരണം നടക്കുന്നു എന്ന് ബോധ്യപ്പെടില്ല. ഗ്രീൻ ട്രിബ്യൂണൽ തന്നെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇത് ഈ രീതിയിൽ പോയാൽ എന്നത് തിരുമെന്ന് പോലും ആർക്കും പറയാൻ കഴിയില്ല എന്നതാണ്. അത്ര കണ്ട ഉദാസീനമാണ് അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് അതിനെ നിയന്ത്രണമില്ല. ഇക്കാര്യത്തിൽ ഒരു നേർവഴിക്ക് നയിക്കാനുള്ള ആരും തന്നെയും അതിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നത് തന്നെയാണ് അതിനൊരു പ്രധാന ആക്ഷേപമായി എക്കാലവും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമുക്കറിയാം 55ഓളം കോടി രൂപയുടെ കരാറുകൾ കൊടുക്കുന്നു. അങ്ങനെ ഇത് കോടികൾ മറിയുന്ന ഒരു ബിസിനസ് ഇടപാടാണിത് പലർക്കും തന്നെയും. അങ്ങനെ ആക്ഷേപങ്ങളുടെ പെരുമഴയത്ത് തന്നെയാണ് എല്ലാ കാലവും ബ്രഹ്മപുരം പദ്ധതി അല്ലെങ്കിൽ കൊച്ചിയിലെ മാലിന്യ സംസ്കരണം നിലകൊണ്ടിട്ടുള്ളത്. അങ്ങനെ ആ ആക്ഷേപം മേയർ എം അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേയർ, ഒരു തീപിടുത്തം ഉണ്ടായിട്ട് കഷ്ടിച്ച് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. വീണ്ടും ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ എത്ര ഗുരുതരമായ അനാസ്ഥയായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? അല്ല, നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരെങ്കിലും കോർപ്പറേഷൻ അല്ലല്ലോ ഇപ്പൊ ഇത് ഈ അവിടുത്തെ പദ്ധതി പ്രദേശത്തിന്റെ നിയന്ത്രണത്തിലുള്ളത്. അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണം നേരത്തെ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആയി. ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ കസ്റ്റഡിയിലാണ് ബ്രഹ്മപുരത്തിൽ ലെഗസി മാലിന്യം കിടക്കുന്ന ഈ പരിസരം എന്ന് പറയുന്നത്. അവിടെ ഫയറുമായി ആലോചിച്ചിട്ട് ഫയറിന്റെ 2 ഫയർ എഞ്ചിൻസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഫയറിന്റെ ഓഫീസർമാരുണ്ടായിരുന്നു. അവിടെ ഫയർ ഫൈറ്റേഴ്സ് ഉള്ള സന്ദർഭമാണ്. അപ്പൊ ഇതെല്ലാം ഉള്ള സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പൊ ഉണ്ടായ ഈ വലിയ തീപിടുത്തം എന്ന് പറയരുത്. തീ നിന്നു. അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ കേൾക്കാനും പാടില്ല. അപ്പോ ആ തീപിടുത്തം ഉണ്ടായത് ഇതെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലെഗസി വേസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം മാറ്റാതെ ഈ പ്രശ്നം പരിപൂർണമായും പരിഹരിക്കപ്പെടില്ല എന്നതിന്റെ വളരെ വലിയ ഗൗരവമായ സൂചനയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മള് എന്താണ് ഫയർ ദയവായി താങ്കളൊന്ന് തുടരുക.
മന്ത്രി ശ്രീ എം.ബി. രാജേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേഷ്, യഥാർത്ഥത്തിൽ കേരളത്തിന് തന്നെ നാണക്കേടാണ്. 12 ദിവസം കൊണ്ടാണ് ഒരിക്കൽ ഒരു തീ അണച്ചത്. അതിന്റെ കഷ്ടിച്ച് ദിവസങ്ങൾ മാറുന്നത് മാത്രമേ ഉള്ളൂ. വീണ്ടും ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വീഴ്ച തന്നെയല്ലേ? വീണ്ടും ഇത്തരത്തിലുള്ള ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. ആ മുന്നറിയിപ്പ് നൽകിയതുമാണ്. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ആ മുന്നറിയിപ്പ് നൽകിയതാണ്. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞതാണ്, വീണ്ടും ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അസംബ്ലിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവിടെ 5 അഗ്നിശമന യൂണിറ്റുകൾ നിലനിർത്തിയത്, ഹിറ്റാച്ചുകളും അവിടെ നിലനിർത്തിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും വീഴ്ചയുണ്ടായതുകൊണ്ടല്ല. ഈ സംവിധാനങ്ങൾക്ക് പിൻവലിക്കാതിരുന്നത് സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ജാഗ്രതയാണ്. അതുകൊണ്ടാണ് 4 മണിക്ക് തീപിടുത്തുണ്ടായി, 4:10 തന്നെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങി. ഇപ്പൊ തീ അണച്ചു കഴിഞ്ഞു എന്നാണ് കലക്ടർ എന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്ര വലിയ പുക ഉയരുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. എന്നിട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീപിടുത്തം ഉണ്ടായ തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്താനുള്ള സംവിധാനം അവിടെ ഇല്ലായിരുന്നു എന്ന് വേണമല്ലോ കരുതാൻ. അല്ല, ഇതിനൊന്നും പറയാൻ നിർവാഹമില്ല. കാരണം 4 മണിക്ക് തീപിടുത്തം ഉണ്ടായി, 4:10 തീ അണയ്ക്കാൻ അവിടെ തുടങ്ങി. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അണച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ എം.ബി. രാജേഷ്. മേയർ തുടരുന്നുണ്ട്. മേയർ, താങ്കൾ നേരത്തെ പറഞ്ഞത് ഇത് നിങ്ങളുടെ അധികാരത്തിൽപ്പെടുന്ന വിഷയമല്ല എന്നത് പറഞ്ഞു. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം താങ്കൾ കേട്ടു. ഇതെല്ലാം അവിടെ സംവിധാനങ്ങൾ ഒരുക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അണച്ചു എന്നെല്ലാം പറയുന്നു. പക്ഷെ ഇപ്പോഴും ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായി ആളുകളെ ഇങ്ങനെയൊക്കെ പറയല്ലേ? ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയല്ലേ നിങ്ങൾ? ഞാൻ പറയുന്നത് ഇതൊരു പൊതുവായ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെയും നമ്മുടെ നാടിന്റെ പ്രശ്നമല്ലേ ഇത്. ഈ പ്രശ്നത്തിന്റെ സമയത്ത് ഇങ്ങനെ ചോദിച്ചാൽ മിനിസ്റ്റർ എങ്ങനെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റും? നമ്മൾക്ക് അതിന്റെ ഏറ്റവും അറ്റത്ത് പോയി തീ പിടിക്കുന്ന കാലത്ത് അതിന്റെ ഏറ്റവും അറ്റത്ത് പോയി നിന്ന ആളുകളാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ 10 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞല്ലോ, അവിടെ ഫയർ എഞ്ചിൻസ് ഒക്കെ ഉള്ള സമയത്താണ് സംഭവിക്കുന്നത്. അവർ വർക്ക് തുടങ്ങി. നമ്മൾ വീട്ടിലൊരു ചെറിയ തീ അണയ്ക്കുന്നത് പോലെ അല്ല ഇത്. ഇത് മാലിന്യത്തിന്റെ പർവ്വതങ്ങളാണ്. ഒരിക്കൽ പിടിച്ചാൽ സ്വാഭാവികമായിട്ട് അത് അമരും, അത് അടുത്ത കൂനയിലേക്ക് പകരും. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ബോധപൂർവ്വം അറിയുന്നതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ നിന്നത്. ഇതിനപ്പുറത്ത് നമ്മൾ എന്താ പ്രതികരിക്കുക? ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ അപകടമായ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് കാലാകാലങ്ങളായി ഏതെങ്കിലും നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. കാലാകാലങ്ങളായി ഈ സംവിധാനം ഇവിടെ നിൽക്കുകയും ഇത്രയേറെ മാലിന്യ മല രൂപപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഈ കാലങ്ങളിലെങ്കിലും ആ നഗരം ഭരിച്ചിരുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളാണല്ലോ അത് അടിസ്ഥാനപരമായി ചൂണ്ടിക്കാട്ടേണ്ടത്. നിങ്ങളുടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിന്റെ വൈഷമ്യം അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ പറയണത് ഞാൻ പറയുന്നത് നിങ്ങൾ ആ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കാലം പറഞ്ഞു, ഇപ്പോഴും തുടർന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. ഇപ്പൊ അവിടെ ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വെറുതെ ഇത്തരം കാര്യങ്ങൾ ഒരു ബ്ലെയിം ഗെയിം ആരംഭിച്ച് ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതിനെ അംഗീകരിച്ചുള്ളൂ. അത് വളരെ ശക്തമായ ഭീഷണിയുള്ളൊരു സന്ദർഭമാണെന്ന് മിനിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? മിനിസ്റ്റർ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഈ കാര്യം ബോധ്യമുണ്ട്, ഞാൻ നിയമസഭയിൽ അത് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? എവിടെയാണോ ലെഗസി മാലിന്യം ഉള്ളത്? നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കുന്നു, പറയുന്നു. നമ്മൾ ഈ ബ്രഹ്മപുരം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഒരു 3-4 2 സ്ഥലങ്ങളിൽ എനിക്ക് നേരിട്ടറിയാം 5-6 ദിവസം നിന്ന തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലെഗസി വേസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ടാൽ അതിന് തീർച്ചയായിട്ടും അത് ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് NGT ലെഗസി വേസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. നമ്മളിപ്പോ എല്ലാവരും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള, ഈ പുക കൂടി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ശരി. ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ എം അനിൽകുമാർ. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും മേയറുടെ ഭാഗത്തു നിന്നുമൊക്കെ അവരുടേതായ വിശദീകരണങ്ങളാണുള്ളത്. ഞങ്ങൾക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് പുക അണയ്ക്കാൻ കഴിഞ്ഞു എന്നെല്ലാം പറയുന്നു. പക്ഷേ സാധാരണ ഈ വിഷപ്പുക അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്ന് ഇത്തരം വിശദീകരണങ്ങൾക്ക് എത്രത്തോളം ബോധ്യമാകും എന്നുള്ള ചോദ്യമുണ്ട്. ഈ വിഷപ്പുക ശ്വസിക്കേണ്ടി വരുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജില്ലാ കളക്ടർ NSK ഉമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കളക്ടർ, ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ തവണ ഒരു 10-12 ദിവസം തീയുണ്ടായി, പുകയുണ്ടായി, ജനങ്ങൾ അത്രത്തോളം വൈഷമ്യത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? താങ്കൾക്ക് തടയാൻ കഴിയാതെ പോയത് സംവിധാനത്തിന് എന്താണ് കാരണം? ഇതൊരു ചെറിയ റീകണ്ടിങ് ആണ്. ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു, ഇത്ര വലിയ വേസ്റ്റ് ഡംപ് സൈറ്റില് ഇങ്ങനെ ഫയർസ് ഉണ്ടാവുമ്പോൾ അത് അണച്ചാലും ബിക്കോസ് ഫുള്ളി നമുക്ക് നനയ്ക്കാൻ പറ്റാതെ അത്ര ഏരിയ ആണ് ഉള്ളത്. അതുകൊണ്ട് ചെറിയ റീകണ്ടിങ്, അതും കാറ്റടിക്കുമ്പോൾ വേനൽ കൂടുമ്പോൾ ചെറിയ ഫയർസ് ഉണ്ടാകാൻ എല്ലാ സാധ്യതയും ഉള്ളതാണത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഫയർ ടെൻഡേഴ്സും അതുപോലെ ഹിറ്റാച്ചീസും അവിടെ ബാക്കപ്പ് ആയിട്ട് വെച്ചിരുന്നത്.
നമ്മളിപ്പോൾ ഉടനെ തന്നെ ഇപ്പോൾ ഓൾറെഡി അവിടെ 8 ഫയർ ടെൻഡേഴ്സ് ഉണ്ട്. ഓൾറെഡി ഉടനെ ഒരു 15 മിനിറ്റിൽ തന്നെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഉടനെ തന്നെ അത് ഫയർ ഓൾറെഡി 99% അവിടെ അണച്ചു കഴിഞ്ഞു. ബാക്കി സ്മോക്കും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വി ആർ വർക്കിംഗ് ഓൺ ദ സെയിം. റീജിയണൽ ഫയർ ഓഫീസറും ഉയർന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥരും സബ് കളക്ടർ അടക്കമുള്ളവർ അവിടെ സ്ഥലത്തുണ്ട്. മാക്സിമം ഹിറ്റാച്ചീസും മാക്സിമം ഫയർ എഞ്ചിൻസും വെച്ച് ഉടനെ തന്നെ ഇത് അയക്കാൻ കഴിയും. താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇനിയും ഇത്തരം തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ഇത്ര പുകയുണ്ടായ ശേഷം അണയ്ക്കുക എന്നുള്ള സംവിധാനം മാത്രമേ നിലവിലുള്ളൂ. ഇതിനൊരു പരിഹാരമില്ല. ഫയർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ഇന്നലെ ഞാൻ അതും നേരത്തെ പറഞ്ഞിരുന്നു. ഫയർ ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി എന്തെല്ലാം പെർമനന്റ് ആയിട്ട് എന്തെല്ലാം ഫയർ പ്രൂഫിംഗ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എസ്റ്റിമേറ്റ്സ് കുറച്ച് ഇന്നലെയാണ് അത് കൊടുത്തത്. അതിൽ ചില സാധനങ്ങൾക്ക് എസ്റ്റിമേറ്റ്സ് ഇല്ല. ആ എസ്റ്റിമേറ്റ്സ് ഉടനെ ഉണ്ടാക്കിയിട്ട് അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട് മുഖാന്തരമോ വേറെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് മുഖാന്തരമോ വാങ്ങാനുള്ള നടപടി ഉടനെ സ്വീകരിക്കും. അതിനുവേണ്ടിയാണ് അവർ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽഡ് പ്രപ്പോസൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടാക്കി ഇന്നലെ കൊടുത്തതേ ഉള്ളൂ. അത് ഉടനെ നമ്മൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകും. ഈ ലെഗസി വേസ്റ്റ് അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം അല്ലെങ്കിൽ അത് ഈ തീപിടുത്തമുള്ള സാധ്യത ഇല്ലാതാക്കലാണല്ലോ ഏറ്റവും പ്രധാനം. ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം ഉണ്ടാവുകയും അത് ഞങ്ങൾ ഇത്ര സമയം കൊണ്ട് അണയ്ക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. 100% ലെഗസി വേസ്റ്റില് നമുക്ക് ഓൾറെഡി ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ച് അത് ഉടനെ തന്നെ സർക്കാരോട് ചർച്ച ചെയ്ത് കോൺട്രാക്ടിന്റെ ഫലമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ലീഗസി വേസ്റ്റ് ആണ് അവിടെയുള്ള മെയിൻ പ്രോബ്ലം. അത് ഉടനെ തന്നെ ഗവൺമെന്റോട് ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളല്ല, ഇത് കഴിഞ്ഞ് 2 വീക്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. അത്രയും. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ ഏതെങ്കിലും പാലിക്കപ്പെട്ടിരുന്നോ? ഏത് കാര്യത്തിൽ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നില്ലേ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട്? തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അത് അനുസരിച്ചാണ് ഫയർ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഫയർ പ്രൂഫ് ചെയ്യണം എന്ന്. അത് നമ്മൾ ഉടനെ തന്നെ എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് നടപ്പിലാക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നതും. ഇതിനുവേണ്ടി എംപവേർഡ് കമ്മിറ്റി കൂടി DDMA കൂടി പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞു. പ്രപ്പോസൽ കൊടുത്തു. അതിൽ എസ്റ്റിമേറ്റ്സ് ഇല്ല. എസ്റ്റിമേറ്റ്സ് ഒന്നും ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ അത് പ്രൊക്യൂർ ചെയ്യും. മീൻവൈൽ നിങ്ങൾ പറഞ്ഞ കാര്യമായ ലീഗസി വേസ്റ്റിലും ഉടനെ തന്നെ ഒരു കറക്റ്റായ തീരുമാനം ഉണ്ടാവും. ഷുവർ. അത് വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. മീൻവൈൽ ഈ ഫയർ ഉണ്ടായത് കൊണ്ട് അത് ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഫയർ ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ന് തന്നെ അണയ്ക്കും. ശരി. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി എറണാകുളം ജില്ലാ കളക്ടർ. എന്തായാലും ഒരു ചെറിയ ഇടവേള ശേഷം ഈ വാർത്ത തന്നെ തുടരും. ബ്രഹ്മപുരം മാലിന്യമലയിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ആ തീപിടുത്തം ഏറെക്കുറെ ഇപ്പോൾ അണച്ചിട്ടുണ്ട്. പക്ഷേ വലിയ തോതിലാണ് പുക ആ പ്രദേശത്താകെ വ്യാപിച്ചത്. അവിടെ ഫയർ എഞ്ചിനുകൾ ഈ സമയത്തുണ്ടായിരുന്നു. ഫയർ എഞ്ചിനുകൾ വലിയ ശ്രമം നടത്തിയാണ് ഒരുവിധം തീ നിയന്ത്രണ വിധേയമാക്കിയത്. പൂർണ്ണമായും തീ അണച്ചു എന്നാണ് നമ്മളോട് നേരത്തെ പ്രതികരിച്ച മന്ത്രി അടക്കം മേയർ അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും അവിടെ കാര്യമായ രീതിയിലുള്ള ഒരിക്കൽ ഉണ്ടായ ഒരു വലിയ അപകടമുണ്ടായതിനു ശേഷവും കാര്യമായ രീതിയിലുള്ള മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല. തീ ഇപ്പോഴെങ്കിലും അണയ്ക്കാൻ കഴിഞ്ഞത് ഒരു തരത്തിൽ വലിയ ആശ്വാസം ആയി എന്ന് പറയാം. പക്ഷേ അപ്പോഴേക്കും വലിയ തോതിൽ പുക ഈ പ്രദേശത്താകെ പടർന്നിരുന്നു. ബ്രഹ്മപുരത്ത് കഴിഞ്ഞ തവണ തീയുണ്ടായി 70 ഏക്കർ സ്ഥലത്തെ മാലിന്യ മലകളാണ് കഴിഞ്ഞ തവണ കത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യമടക്കമുള്ള മലകളാണ്. ഒരു മലയാണ് സെക്ടർ 1 ഇപ്പോൾ കത്തിയിരിക്കുന്നത്. ചൂട് കൂടുന്നതാണ് ഇങ്ങനെ മാലിന്യമല. അത് മാലിന്യം വേർതിരിക്കാതെ ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും എല്ലാം ചേർത്തിട്ടേക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും തീ വെച്ചതാണോ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ഈ ചൂടുകൊണ്ട് അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ ജൈവ മാലിന്യവും പ്ലാസ്റ്റിക്കും എല്ലാം ചേർത്തിട്ടേക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള തീയാണോ എന്നതൊക്കെ ഇനി കണ്ടെത്താനുണ്ട്. എന്തായാലും ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.